അങ്ങനെ നമ്മൾ പുളിക്കലിൽ നിന്ന് എടക്കരയിലേക്ക് ബസ് കയറണം. ഭയങ്കര തിരക്കാ, ബസ്സിൽ ഭയങ്കര തിരക്കാ. നമ്മൾ ഒരു കാലേ നമുക്ക് ബസ്സിൽ സ്റ്റെപ്പിൽ കിട്ടിയിട്ടുള്ളൂ, രണ്ടാമത്തെ കാല് വെക്കാനുള്ള സ്ഥലം പോലും ഇല്ല. നമ്മൾ കയറി. അപ്പോൾ നമ്മൾ ആഗ്രഹം എന്താ, ഒരു രണ്ടാമത്തെ കാലം കൂടെ വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിലെത്തി. പിന്നെ അടുത്ത ആഗ്രഹം എന്താ, ഒന്ന് മേലോട്ട് ഇങ്ങനെ കയറാൻ പറ്റി അവസാനം ഒരു സീറ്റെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ ആഗ്രഹിച്ച സാധനം നമുക്ക് സീറ്റങ്ങ് കിട്ടി. സീറ്റ് കിട്ടി, നമ്മൾ 1 മിനിറ്റ് പോലും ഇരുന്നിട്ടില്ല. അപ്പോൾ ഉണ്ട് പെട്ടെന്ന് അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ഒരു അമ്മയും കുഞ്ഞും കയറി. നമ്മളെ മുന്നിലാവും നിൽക്കുന്നത്. നമുക്കാണെങ്കിൽ സമയമെടുത്ത് കിട്ടിയ സീറ്റാ. അപ്പോൾ അവിടെ നമ്മളെന്താ ചെയ്യുക? കാണാത്ത പോലെ നിൽക്കുന്ന അല്ല, നമ്മൾ എഴുന്നേറ്റ് കൊടുക്കുന്നു. സത്യത്തിൽ അപ്പം സംഭവിച്ച കാര്യം ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനാണ് അല്ലേ? നമുക്കൊരു സീറ്റ് കിട്ടി, ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ. ബട്ട് നമ്മളൊന്ന് എണീറ്റ് കൊടുത്ത് അവർക്ക് സീറ്റ് കൊടുത്താൽ നമുക്ക് മനസ്സിലുണ്ടാവുന്നത് നമ്മൾ അല്ലേ, ചിലപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ കുറേ കാൽവേദനയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഒരു എറ്റേണൽ ഹാപ്പിനെസ് നമുക്ക് കിട്ടും. എറ്റേണൽ ഹാപ്പിനെസ്, ഒരു അനന്തമായ സന്തോഷം. നമ്മൾ ഇടക്കര വരെ ബസ്സിലിങ്ങനെ ഇരുന്നാൽ പോലും നമ്മൾ മനസ്സിലെന്തായിരിക്കും ഉണ്ടാവുക, ഞാൻ കാരണമാണല്ലോ അവർക്ക് സീറ്റ് കൊടുക്കാൻ പറ്റിയെന്ന് നമുക്ക് പറയാൻ പറ്റും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നന്മകളൊന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു ഓർമ്മകളായിരിക്കും, അതെ ഞാൻ അന്ന് ആ ഒരു നന്മെങ്കിലും ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് സന്തോഷം തരുന്നത്.